റസൂലിനെ സ്വപ്നം കാണുകയാണ്. റസൂലുള്ള പറയുകയാണ്, എന്താ ബിലാലേ, നീ എന്നോട് പിണങ്ങിയോ ബിലാലേ? എന്തേ എന്റെ അടുത്തേക്ക് വരാത്തത് ബിലാലേ എന്ന് അഷ്റഫുൽ വറാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുമ്പോൾ അതാ ബിലാൽ റളിയല്ലാഹു അൻഹു വിങ്ങിപ്പൊട്ടുന്ന മനസ്സോടെ മദീനത്തെ പള്ളിയിലേക്ക് വരികയാണ്. റസൂലിനെ ഒന്ന് കാണണം, അല്ലാഹുവിന്റെ തിരുദൂതരെ ഒന്ന് കാണണമെന്ന ആഗ്രഹത്തോടെ ബിലാൽ റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിന്റെ റൗള ശരീഫിന്റെ മുന്നിൽ വന്നുകൊണ്ട് പൊട്ടിക്കരഞ്ഞു നിൽക്കുകയാണ്. റളിയല്ലാഹു അൻഹു വന്നുകൊണ്ട് പറയുകയാണ്, ബിലാലേ, ഒന്നുകൂടി നിങ്ങളൊന്ന് ബാങ്ക് കൊടുക്കണം, നിങ്ങളൊന്ന് ബാങ്ക് കൊടുക്കണം. ഈ മദീനയില് ഇവിടെയുള്ള ആളുകൾക്ക് നിങ്ങളുടെ ബാങ്ക് ഒന്ന് കേൾക്കാൻ പൂതി വരികയാണ്. ബിലാലേ, അങ്ങ് മസ്ജിദ് നബവിയിലൊന്ന് ബാങ്ക് വിളിക്കണേ. ഇത് കേട്ടപ്പോ ബിലാൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അബൂബക്കർ തങ്ങളെ, എനിക്ക് കഴിയുകയില്ല, എനിക്ക് ബാങ്ക് വിളിക്കാൻ കഴിയുകയില്ലെന്ന് മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹു പറയുകയാണ്. അപ്പോൾ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാർ വന്നുകൊണ്ട് പറയുകയാണ്, ബിലാലേ, അങ്ങൊന്ന് ബാങ്ക് വിളിക്കണേ. ഇത് കേട്ടപ്പോ ബിലാൽ റളിയല്ലാഹു അൻഹുവിന് ബാങ്ക് വിളിക്കാൻ കഴിഞ്ഞില്ല. ബിലാൽ റളിയല്ലാഹു അൻഹുവിനതാ ഈ നിർദ്ദേശം പറയുന്നത് ആരാണ്? അല്ലാഹുവിന്റെ റസൂലിന്റെ പേരക്കുട്ടികൾ, അവിടുത്തെ ഹസനും ഹുസൈനുമാണ്. പുന്നാര പേരക്കുട്ടികൾ വന്ന് പറഞ്ഞപ്പോ അതാ ബിലാൽ റളിയല്ലാഹു അൻഹു അതാ മസ്ജിദ് നബവിയിൽ ബാങ്ക് കൊടുക്കാൻ വേണ്ടി കയറുകയാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, മദീനയാകെ കുലുങ്ങിയിരിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂല് തിരിച്ചു വന്നോ? അല്ലാഹുവിന്റെ റസൂലിന്റെ കാലത്ത് ബാങ്ക് കേൾക്കുകയാണ്. മദീനയിലെ അതാ പെണ്ണുങ്ങളും കുട്ടികളും അവിടെയുള്ള ആളുകളെല്ലാം മസ്ജിദ് നബവിയുടെ അടുത്തേക്ക് ഓടി വരികയാണ്. ബിലാലിന്റെ ബാങ്ക് കേട്ടപ്പോ അല്ലാഹുവിന്റെ റസൂല് തിരിച്ചു വന്നതുപോലെ അവർക്കതാ തോന്നുകയാണ്. അങ്ങനെ ബിലാൽ റളിയല്ലാഹു അൻഹു ബാങ്ക് തുടരുകയാണ്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അഷ്ഹദു അന്ന